അവിടെ മഴ പെയ്താൽ ഇവിടെ കൊടപിടിച്ച് നടക്കുന്ന ആളല്ല. മോസ്കോയിൽ മഴ പെയ്താൽ തിരുവനന്തപുരത്ത് കൊടപിടിച്ച് നടക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരാ. നമസ്കാരം. ഒരിക്കൽ അക്ബർ ചക്രവർത്തി ബീർബലിനോട് ചോദിച്ചു, ഈ ലോകത്തിലെ ഏറ്റവും വലിയ ആയുധം ഏതാണ്? അപ്പോൾ ബീർബൽ പറഞ്ഞു, അതാത് സമയത്ത് കയ്യിൽ കിട്ടുന്നതാണ് പ്രഭു ഏറ്റവും വലിയ ആയുധം. തൊട്ടടുത്ത ദിവസം ഒരു മതയാന പാഞ്ഞെടുത്തപ്പോൾ ബീർബൽ ഒരു തെരുവ് നായയെ എടുത്ത് ആനയുടെ നേർക്കെറിഞ്ഞു. പേടിച്ചോടി ആനയിൽ നിന്നും രക്ഷപ്പെട്ട ശേഷം ബീർബൽ പറഞ്ഞു, കണ്ടോ ചക്രവർത്തി, ഇന്നത്തെ ആയുധം ആ നായ ആയിരുന്നു. പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോഴും ഭരണത്തിലിരിക്കുമ്പോഴും ഇപ്പോൾ പ്രതിപക്ഷത്ത് നനഞ്ഞൊട്ടിയിരിക്കുമ്പോഴും എന്തെങ്കിലും കിട്ടുന്നത് എടുത്തെറിയുക എന്നുള്ളതാണ് പിണറായി വിജയൻ്റെ രീതി. കിട്ടുന്ന വാക്കിന് വീക്കുക എന്നതാണ് അവരുടെ വിപ്ലവത്തിൻ്റെ അർത്ഥവും. സ്വാതന്ത്ര്യ സമരത്തിൽ CPM ബ്രിട്ടീഷുകാർക്കൊപ്പം നിന്നു എന്ന് കഴിഞ്ഞ ദിവസം ആര്യാടൻ ഷൗക്കത്ത് നിയമസഭയിൽ ഒരു വിമർശനം നടത്തിയിരുന്നു. അതിൽ പിടിച്ചാണ് പിണറായി വിജയൻ പിറ്റേ ദിവസം ഞാന്ന് കളഞ്ഞത്. അതിന് മറുപടിയായി മുഖ്യമന്ത്രി VD സതീശൻ്റെ പരിഹാസം ഇങ്ങനെയായിരുന്നു, അങ്ങ് മോസ്കോയിൽ മഴ പെയ്താൽ തിരുവനന്തപുരത്ത് കുട പിടിച്ച് നടക്കുന്നവരായിരുന്നു അന്നത്തെ കാലത്തെ കമ്മ്യൂണിസ്റ്റുകാർ. ഉടൻ പിണറായി വിജയൻ ചാടി എഴുന്നേറ്റു. അങ്ങനെ മോസ്കോയെപ്പറ്റിയും കമ്മ്യൂണിസ്റ്റുകാരെപ്പറ്റിയും പറയുമ്പോൾ വെറുതെ ഇരുന്ന് ശീലിച്ചിട്ടില്ല. പിണറായി പറഞ്ഞു, രണ്ടാം ലോകമഹായുദ്ധത്തിൽ സോവിയറ്റ് യൂണിയൻ ആദ്യഘട്ടത്തിൽ ഒരു വശത്തുമില്ലായിരുന്നു. ജർമ്മനിയും സഖ്യകക്ഷികളും ആക്രമിക്കാൻ പുറപ്പെടുമ്പോഴാണ് സോവിയറ്റ് യൂണിയൻ ബ്രിട്ടനൊപ്പം ചേർന്ന് അവരെ ആക്രമിക്കാൻ തുടങ്ങിയത്. തൻ്റെ സഹതാപം ഇംഗ്ലണ്ടിനോടൊപ്പമെന്നാണ് അന്ന് ഗാന്ധിജിയും പറഞ്ഞത്. ഹിറ്റ്ലറുടെ ജർമ്മനി ജയിക്കുന്ന ഘട്ടം വന്നാൽ ലോകത്തെ ആകെ നാസിസം കീഴ്പ്പെടുത്തുമെന്ന ശരിയായ വിലയിരുത്തലായിരുന്നു അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയത്. അതുകൊണ്ടാണ് സോവിയറ്റ് പക്ഷത്തിന് പിന്തുണ നൽകിയത്. ഉടൻ പ്രതിപക്ഷത്തെ കൊട്ടുസംഘം ഡെസ്കിന്മേൽ താളമടിച്ചു തുടങ്ങി. കണ്ടോ ഞങ്ങളുടെ സഖാവിൻ്റെ വീര്യമെന്നായി അവർ. ലോകചരിത്രം പറഞ്ഞ് 82കാരൻ 62കാരനെ ചുരുട്ടിക്കൂട്ടുന്ന രംഗം കണ്ട് പ്രതിപക്ഷമാകെ കോൾമേർ കൊണ്ടു. ഉടൻ VD സതീശൻ ചാടി എഴുന്നേറ്റ് ഇപ്രകാരം പറഞ്ഞു, ഹിറ്റ്ലർ ഈ പണി തുടങ്ങിയിട്ട് കുറെ നാളായല്ലോ. ആളുകളെ കൊല്ലാൻ, ജൂതന്മാരെ കൊല്ലാൻ, എതിരാളികളെ കൊല്ലാൻ ഗ്യാസ് ചേമ്പർ തുടങ്ങി, നാട്ടുകാരെയെല്ലാം നാട് കടത്തി, എല്ലാം ആളുകളെ കൊന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് 1939 സ്റ്റാലിൻ ഹിറ്റ്ലർ കൂട്ടുകെട്ടുണ്ടായിരുന്നു. ഹിറ്റ്ലർക്ക് സ്ഥിരതയില്ലാത്തതുകൊണ്ട് 41 മോസ്കോ ആക്രമിച്ചു. അപ്പോഴാണ് സോവിയറ്റ് യൂണിയൻ നിലപാട് മാറ്റിയത്. സ്റ്റാലിൻ മാറിയപ്പോൾ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകളും മാറി. അതോടെ ഭരണപക്ഷത്തെ കൊട്ടുസംഘം ഡെസ്കിൽ പിന്നെയും താളമടിച്ചു. ഹീറോ ഹീറോ എന്നവർ പറഞ്ഞു. നോക്കണേ, ആദ്യത്തെ മറുപടി പറഞ്ഞ ശേഷം ക്ഷീണിച്ചിരുന്ന പിണറായി വിജയന് പിന്നെയും എഴുന്നേൽക്കേണ്ടി വന്നു. അങ്ങനെയാണ് ജർമ്മൻ സേന മോസ്കോവിൻ്റെ പടിവാതിൽക്കൽ വരെ എത്തിയെങ്കിലും അവിടുത്തെ ചെമ്പടക്ക് അതിനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞത്. പിണറായി പറഞ്ഞു, ലോകചരിത്രത്തിലെ നിർണായകമായ നിലപാടിനെ മുഖ്യമന്ത്രി മറ്റൊരു രീതിയിൽ അവതരിപ്പിക്കുകയാണ്. സോവിയറ്റ് യൂണിയൻ ഉദയം ചെയ്തിട്ട് കുറച്ചു നാളെ ആയിരുന്നുള്ളൂ. അതിനാൽ ആ സമയത്തൊരു ആക്രമണം വന്നാൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ടാണ് താൽക്കാലികമായി സന്ധി ഉണ്ടാക്കിയത്. ഈ കാലത്ത് സോവിയറ്റ് യൂണിയനെ വീണ്ടും ശക്തിപ്പെടുത്തുകയും ചെയ്തു. പ്രതിപക്ഷത്തിൻ്റെ താളമടിയായി അപ്പോൾ ഉച്ചത്തിൽ കേട്ടത്. ചുരുക്കി പറഞ്ഞാൽ ഒരു ആക്രമണം വന്നാൽ ഹിറ്റ്ലർക്കും പിണറായിക്കും പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് സാരം. ആരുമായും സന്ധി ഉണ്ടാക്കും. ഇരുന്ന സതീശൻ വീണ്ടും ചാടി എഴുന്നേറ്റു. 1917 സോവിയറ്റ് യൂണിയൻ്റെ ഉദയം. വന്നതല്ലേ ഉണ്ടായിരുന്നുള്ളൂ എന്ന വാദം നിലനിൽക്കില്ല. എതിരാളികളെ കൊന്നൊടുക്കുക എന്ന പണിയാണ് സ്റ്റാലിനും ഹിറ്റ്ലറും ചെയ്തിരുന്നത്. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് സ്വന്തമായി നയമുണ്ടായിരുന്നില്ല. നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന് അന്ത്യം കുറിച്ച് 47 സർക്കാരുണ്ടായി. സ്വതന്ത്ര ഇന്ത്യ ബാലാരിഷ്ടതകളിൽ വിങ്ങുമ്പോൾ കൽക്കട്ട തീസിസ് പ്രകാരം രാജ്യത്തെ തകർക്കാൻ ശ്രമിച്ചവർ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യത്തെക്കുറിച്ച് പറയരുത്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് കോൺഗ്രസ് നേതാക്കന്മാർ ഒളിച്ചിരിക്കുന്ന സ്ഥലം ഒറ്റിക്കൊടുക്കാൻ നടന്നിരുന്ന കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. പിന്നെ എഴുന്നേൽക്കാൻ പിണറായി വിജയന് തോന്നിയില്ല. വിശക്കുമ്പോൾ നിങ്ങളല്ലാതാകുമെന്ന കാഡ്ബറീസിൻ്റെ പരസ്യം പോലെയാണ് VD സതീശനെന്ന് പിണറായിക്ക് അറിയാം. ചരിത്രമെന്നും ബൈബിളെന്നും ഖുറാനെന്നും ഒക്കെ കേട്ടാൽ കുളത്തിലിറങ്ങിയ പോത്തിനെ പോലെയാണ് നമ്മുടെ മുഖ്യമന്ത്രി. പിന്നെ കരയ്ക്ക് കയറാൻ തോന്നുകയില്ല. അതിയാനോട് 121 സങ്കീർത്തനത്തിനെപ്പറ്റി ചോദിച്ചാലും ലോകമഹായുദ്ധങ്ങളെപ്പറ്റി ചോദിച്ചാലും പറയാൻ വിമ്മിട്ടപ്പെട്ടങ്ങ് നിൽക്കുകയാണ്. ചരിത്രം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗം നടത്തിയത്. അങ്ങനെയുള്ള പുള്ളിയോടാണ് പിണറായി വിജയൻ ഹിറ്റ്ലറുടെയും സ്റ്റാലിൻ്റെയും മുഴുപ്പും പറഞ്ഞുകൊണ്ട് ചെന്നത്. ഈ സമയം പിന്നിലിരുന്ന മരുമോൻ്റെ കാര്യമാണ് കഷ്ടം. താളക്കാരന് മാത്രം പിഴച്ചാൽ തകിലറിയുന്നവൻ അവതാളത്തിലെന്ന ചൊല്ലുപോലെയായി കാര്യം. പിണറായി വിജയൻ്റെ ചരിത്രത്തിലുള്ള താളമടിയുടെ ഗ്യാസ് പോയി എന്ന് മരുമകന് മനസ്സിലായി.
ഭരണപക്ഷമിറക്കിയ ധവളപത്രത്തിന് എങ്ങനെയെങ്കിലും വ്യക്തമായ മറുപടി പറയുക എന്നതിന് പകരം സ്റ്റാലിൻ്റെയും സഖ്യകക്ഷികളുടെയും കൂടെ കൂടാൻ പോയിരിക്കുന്നു. ഇത് കേട്ടാൽ തോന്നും പിണറായി വിജയൻ്റെ അപ്പച്ചിയുടെ മോനാണ് സ്റ്റാലിനെന്നും ഹിറ്റ്ലറാണെങ്കിൽ കുഞ്ഞമ്മയുടെ കൊച്ചുമോനാണെന്നും. സ്ഥിരതയില്ലാത്ത ഹിറ്റ്ലറെ പോലെയാണ് ഇപ്പോൾ പിണറായി വിജയൻ്റെയും അവസ്ഥ. ഈ തീപാറുന്ന ചർച്ചയ്ക്കിടയിൽ മണിയാശാനും ശിവൻകുട്ടിയുമൊക്കെ സഭയിൽ ഉണ്ടായിരിക്കണമായിരുന്നു. പിന്നെ സതീശൻ കുറേ ഒലത്തും ഞങ്ങളുടെ സോവിയറ്റ് യൂണിയനെ. ഇങ്ങനെയായിരിക്കും മണിയാശാൻ്റെ പ്രതികരണം. ശിവൻകുട്ടി മുഷ്ടി ചുരുട്ടി ഇറങ്ങി വന്ന് പിണറായിക്കൊപ്പം നിൽക്കുമായിരുന്നു. ഇനി ഇതുപോലെ പൊടിപാറുന്ന ചർച്ചയുള്ള ദിവസം ഒച്ചയടപ്പാണെന്നോ കഴുത്തുവേദനയാണെന്നോ വല്ലതും പറഞ്ഞ് പിണറായി വീട്ടിൽ ഇരിക്കുന്നതാണ് നല്ലത്. സതീശൻ കമ്മ്യൂണിസ്റ്റ് ചരിത്രപഥം നടത്തുന്നതിനിടയിൽ കൂടെ ചാടി എഴുന്നേറ്റ് തന്നെ ഇപ്പോഴത്തെ കോശസ്ഥിതിക്ക് പറ്റിയതല്ല. ഹിറ്റ്ലറും സ്റ്റാലിനുമായി ഉടമ്പടി ഉണ്ടാക്കിയതുപോലെ വല്ല അഡ്ജസ്റ്റ്മെൻറ്റും നടത്തിയില്ലെങ്കിൽ കൊച്ചിൻ്റെ കാര്യം കഷ്ടത്തിലാകും. ED അന്വേഷണത്തിൻ്റെ സ്റ്റേ നീക്കിയതോടെ ഏത് നിമിഷവും പിന്നെയും അവർ വീട്ടിൽ കയറി വരുമെന്ന അവസ്ഥയിലാണ്. പാർട്ടിയും ഇപ്പോൾ ഏതാണ്ട് വീണമോളെ തഴഞ്ഞ മട്ടാണ്. പഴയതുപോലെ ആൾസംഘം ചേർന്ന് ഇനി രക്ഷാപ്രവർത്തനത്തിന് ആരും വരുമെന്ന് കരുതേണ്ടതില്ല. ഇപ്പോഴും പിണറായി പറയുന്നത് UDFന് ഇത്ര വലിയ തരംഗമുണ്ടായിട്ടും നേമത്തും കഴക്കൂട്ടത്തും ചാത്തന്നൂരിലും BJP ജയിച്ചതെങ്ങനെയെന്നാണ്. വെറുതെ ഓരോന്ന് പറഞ്ഞ് BJPക്കാരെ വെറുപ്പിക്കേണ്ടതില്ല. ഉപപ്രതിപക്ഷ നേതാവെന്ന പദവി CPIക്ക് കൊടുത്തില്ലെങ്കിൽ അവർ ചിലപ്പോൾ മുന്നണി വിടാനും സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ NDAയുടെ ഘടകകക്ഷിയായി CPMനും മത്സരിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ആ സീറ്റുകൾ 3 തിരിച്ചു പിടിക്കണം. ഇത്ര വലിയ തരംഗമുണ്ടായിട്ടും താങ്കൾ എങ്ങനെയാണ് ധർമ്മടത്ത് വിജയിച്ചത്? BJPക്കാർ പണ്ടത്തെ ഓർമ്മയ്ക്ക് കുത്തി സഹായിച്ചതാകില്ലേ? എന്തായാലും സഭയ്ക്കകത്തും പുറത്തും കോടതി വരാന്തയിലുമായി വരുന്ന 5 വർഷം കുറേ പണിപ്പെടേണ്ടി വരും. സഭ കൂടുന്ന ദിവസം 2 ദിവസമെങ്കിലും അവധിയെടുത്ത് വീട്ടിലിരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ ദുർബലമാണ് പ്രതിപക്ഷം. ആർക്കും ആരോടും സങ്കടം പറയാൻ കഴിയാത്ത അവസ്ഥയാണ്. പിണറായി മുതൽ ഗോവിന്ദനും വിജയരാഘവനും അതിന് താഴോട്ടുള്ള നേതാക്കളുടെ എല്ലാ അവസ്ഥ ഇതുതന്നെ. രക്ഷാപ്രവർത്തനത്തിന് വന്ന് അകത്ത് കിടക്കുന്നവൻ്റെയും ഒളിവിൽ പോയവൻ്റെയും ഒക്കെ അവസ്ഥ അതിലും ദയനീയം. സ്റ്റാലിനും ഹിറ്റ്ലറും ഒന്നും ഇതിൻ്റെ പകുതി പോലും മനപ്രയാസം അനുഭവിച്ചിട്ടുണ്ടാകില്ല. ചുരുക്കി പറഞ്ഞ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന് സഭയിലെ 2ാം ലോകമഹായുദ്ധം എളുപ്പമായിരുന്നു. കാരണം 1ാം ലോകമഹായുദ്ധം തുടങ്ങിയപ്പോൾ തന്നെ തല പോയിരുന്നല്ലോ.